ഹായ് ഫ്രണ്ട്സ്, ഷാജി ആ ഒരു ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിച്ചതായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ യൂട്യൂബോ ഫേസ്ബുക്കോ എന്തായാലും അല്ലേ, അത് തുറന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം വന്നു നിൽക്കുന്ന ഒരു മുഖം നമ്മുടെ ഈ ഒരു ഷാജിദയായിരുന്നു. അവർ തന്നെയാണ് നമുക്ക് മുന്നിൽ, ഒരു സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ അവരെ തന്നെ ഒരു ഇരയാക്കിയിട്ട് അവരിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അവർ കൊടുത്തിട്ടുള്ള പല ഇൻ്റർവ്യൂസും കാര്യങ്ങളും അവരുടെ തന്നെ പലതരത്തിലുള്ള വീഡിയോസൊക്കെ തന്നെയാണ് ആളുകൾ ഏറ്റെടുത്തിട്ട് അവരെ ഇത്രയും കൂടുതൽ ട്രോളാനും അല്ലെങ്കിൽ ഇത്രയും ആളുകൾ റിയാക്ഷൻ വീഡിയോസൊക്കെ അവരെ കുറിച്ചിട്ട് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അവർ തന്നെയാണ്. അവർ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ഇട്ട് തരുമായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. കുറേ ആളുകൾ അവരുടെ ഒരു ടോപ്പിക്ക് വിട്ടിട്ട് മറ്റു പല ടോപ്പിക്കും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇവരിപ്പോൾ അവരുടെ വീഡിയോസും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇനി ആരൊക്കെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് കൂടുതലും ഇവരുടെ കാര്യങ്ങളൊക്കെ വിടാതെ അവരെ തന്നെ അവരുടെ വീഡിയോസ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അവർ പോലും വിട്ടിട്ട് എന്താ പറയുക, കുറേ ആളുകൾ, ജനങ്ങൾ എന്ന് വേണം പറയാൻ, അവരൊരിക്കലും അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലയിൽ അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്താ പറയുക, പച്ചയായ രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ തെറിയും കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ്സ് ഇടുകയാണ്. അപ്പോൾ അവർ അത് സഹി കെട്ടിട്ട് അവർ പറയണം അവരുടെ വീഡിയോയിൽ ഇത്രയും മോശമായിട്ട് കമൻ്റ് ഇടുന്നത് കുറേ നാളായി. അപ്പോൾ അവർ പ്രതികരിക്കാത്ത ഒരാൾ ഇപ്പോൾ അവർ പ്രതികരിക്കുകയാണ്. ആർക്കായാലും അല്ലേ, ഓവറായിട്ട് ഇങ്ങനെ എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്ക് എല്ലാവർക്കും ഫീലിങ്സും എന്താ പറയുക, എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്താ പറയുക, നിരാശ ആയാലും ഫീലിങ്സ് ആയാലും സങ്കടമായാലും സന്തോഷമായാലും എല്ലാ കാര്യങ്ങളുമുള്ള സാധാരണ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരേ കമൻറ്റ്സ് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇത്തരത്തിൽ മോശമായിട്ടുള്ള കമൻറ്റ്സ് ഇങ്ങനെ വന്ന് നിറയുമ്പോൾ ആരായാലും സഹി കെട്ടിട്ട് പ്രതികരിച്ച് പോകും. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഷാജിദ നിൽക്കുന്നത്. ഈ ഷാജിദയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ഇടപെടുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ തോന്നിപ്പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട ആ ഒരു ഘട്ടത്തിൽ അവർ തന്നെ വലിച്ചു വാരി നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്ന കാര്യങ്ങൾ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഇപ്പോൾ അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും വലിയൊരു കാര്യം, അവരുടെ 5 കുട്ടികൾ, അവർ 5 കുട്ടികളെ ഇപ്പോൾ അവർ നോക്കുന്നത് ആകെ യൂട്യൂബിൽ നിന്നുള്ളൊരു വരുമാനം കൊണ്ടാണ്. വേറെ ഇപ്പോൾ അവരൊരു ജോലിക്കൊന്നും പോകുന്നില്ല. യൂട്യൂബിൽ നിന്നുള്ളൊരു വരുമാനം കൊണ്ടാണ് അവരുടെ ഒരു കുട്ടികളുടെ മുന്നോട്ടുള്ള പഠിപ്പും കാര്യങ്ങളും വീട്ടു ചെലവും ഒക്കെ അവർ നോക്കുന്നത്. അപ്പോൾ ആ ഒരു യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, നീ എന്തിനാണ് വീഡിയോസ് ഇടുന്നത്, നിനക്കിത് നിർത്തിപ്പോക്കൂടെ എന്നൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ട്. നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് അവരുടെ വീഡിയോസ്, ഇപ്പോൾ ആരുതായാലും എൻ്റെ ആയാലും അവരുടെ ആയാലും നമുക്കൊരാളെ വീഡിയോസ് കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചാനലിൻ്റെ വഴിക്ക് പോകാതിരിക്കല്ലേ, നമ്മുടെ മുന്നിലേക്ക് അവരുടെ ഒരു വീഡിയോ റെക്കമെൻഡേഷനായിട്ട് വരുന്ന ടൈമിൽ അവരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചാനൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. നമുക്ക് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അവരായിട്ട് സംസാരിക്കാതെ പോവുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവരുടെ ചാനലിൽ കയറിയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയുന്നത് സത്യം പറഞ്ഞാൽ അത് വളരെ ബാഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് അവരെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് നമ്മൾ അവർ വീഡിയോസ് ഇടുമ്പോൾ പോയി കാണുന്നത്? അല്ലെങ്കിൽ അവരെന്നെ പറയുന്നൊരു കുറേ കമൻറ്റ്സ് കണ്ട്, ഞങ്ങൾ നിൻ്റെ വീഡിയോസ് കാണാറില്ല, നിന്നെ ഇഷ്ടമല്ല, പക്ഷേ കമൻ്റ് ഇടും. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടണമെങ്കിൽ ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയാലല്ലേ നമുക്ക് കമൻ്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകാതിരിക്കുക അല്ലേ, ഒന്നും വേണ്ട. നമുക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് ഒരാളെ ദ്രോഹിച്ചിട്ട്? ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. അവരെ ലൈഫായി അവരെ ഇനി ജീവിച്ചോട്ടെ, ഒന്നും നോക്കട്ടെ, നമ്മൾ ആരെ പറ്റി നോക്കട്ടെ. ഒരു 5 കുട്ടികൾ, ആ ഒരു കുട്ടികൾ ഇപ്പോൾ അവരെ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. നമ്മളെല്ലാവരും കുറേ ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്, ആർക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവളെ വെറുതെ വിട്ടൂടെ. ഞാനും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഉപ്പ ഇല്ലാത്തൊരു കുട്ടികളെ പോറ്റി വളർത്തുക എന്നൊക്കെ പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരൊറ്റ കുട്ടിക്കുള്ള ചിലവ് വരെ നമുക്ക് ആലോചിച്ചാലല്ലേ, ഒരൊറ്റ കുട്ടിയുടെ ചിലവും പഠിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു 5 കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനിടയിൽ പോയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് നമുക്കൊരു മനസ്സുഖം എടുക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റ് ഇടുന്നവർക്ക്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ കാരണമല്ലേ ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ട് ആ ഒരു മനസ്സുഖം കൊണ്ട് നമ്മളൊരിക്കലും നന്നായിട്ട് ജീവിക്കുന്നില്ല. അവരെ ഇഷ്ടം പോലെ അവർ ചാനലിലൂടെ അവർ ജീവിച്ചോട്ടെ. അവർക്ക് ഏകയുള്ള ഒരു വരുമാന മാർഗ്ഗമാണെന്ന് പറയുന്നുണ്ട് ആ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളായാലും നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അവളെ ഇഷ്ടം ഉണ്ടാവില്ല, ഈ ഷാജിദയെ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ അവരെ ഇഷ്ടമുള്ള കുറച്ച് ആളുകളുണ്ട്. അവരവരുടെ വീഡിയോസ് കണ്ടോട്ടെ അല്ല, അവർക്ക് ലൈക്കും കമൻറ്റ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ബാഡായിട്ടുള്ള കമൻറ്റ്സ് ഇടാതിരിക്കുക. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അവരുടെ ആ മനസ്സൊന്ന് നൊന്നിട്ട് ഇനി എത്ര തന്നെ ബാഡായിട്ടുള്ള ഒരാളാണെങ്കിലും നമ്മൾ അവരെ പറ്റിയിട്ട് മോശമായിട്ടുള്ള ഒരു കമൻറ്റ് ഇടുമ്പോൾ അവർ മനസ്സ് വേദനിച്ചിട്ട് ഒരു മനസ്സ് വേദനിച്ച് അവർ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു ശാപം നമുക്ക് തന്നെ വന്ന് വീഴാം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടി, എന്താ പറയുക, വലിയ കളറൊന്നും ഇല്ല, പാര വലിയ കളറുള്ള, ഞാൻ വലിയ കളറൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ കുറച്ചൊക്കെ ഫിൽറ്ററാണ്, അത് വേറെ. എന്നിട്ട്
ആ ഒരു പെൺകുട്ടി എന്താ പറയുക, വീഡിയോസൊക്കെ അത്യാവശ്യം വീഡിയോസൊക്കെ ഇടുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിനിടയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കമൻറ്റ്, അയ്യോ എന്താ പറയുക, നീ കറുത്തിട്ടാണ്, നീ കാക്കയാണ്, നിന്നെ കാണാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല, ഫുള്ള് അങ്ങനത്തെ കമൻറ്റാണ്. നിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ല, നീ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, നീ നിർത്തിപ്പോ, നിന്നെ കാണാൻ കാക്കയെ പോലെ ഉണ്ട്, നിന്നെ കാണാൻ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഫുള്ള് ബാഡായിട്ടുള്ളൊരു കമൻറ്റോടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ. ആ കുട്ടി കുറച്ച് കറുത്തിട്ടാണ് എന്നുള്ളതിൽ ഉള്ളതിൽ വെച്ച് ആ ഒരു കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളോടായാലും നിങ്ങളോടായാലും എന്നോടായാലും ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരവരുടെ വീഡിയോസായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ വന്നിട്ട് അത് എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ ലേഡീസാണ് ഇത്തരത്തിൽ കമൻസ് ഇടുന്നത്. നമ്മൾ പെൺകുട്ടികൾ തന്നെയാണ് നമ്മളെ പറ്റിയിട്ട് ഇത്തരത്തിലുള്ള കമൻസ് ഇടുന്നത്. ബോയ്സിൻ്റെ കമൻറ്റ് വളരെ കുറവാണ് കേട്ടോ. പക്ഷേ കൂടുതൽ പെൺകുട്ടികൾ, ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ട്, ചേച്ചി കാണാൻ കാക്കയെ പോലെയാണ്, അതുകൊണ്ട് ചേച്ചി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാന്ന്. പിന്നെ എന്തിനാണ് ആ ഒരു ചേച്ചി വിളി? അപ്പം നീ എടി പൊടി എന്നൊക്കെ വിളിച്ചാൽ മതി. കാരണം നീ അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഇത്രയും ആ ആളെ പറഞ്ഞ് വേദനിപ്പിക്കുകയാണ് മനസ്സ്. അതിനിടയിൽ ആ ഒരു ചേച്ചി എന്നുള്ള വിളിക്ക് ഒട്ടും പ്രസക്തി അവിടെ ഇല്ല. ആ ഒരു പെൺകുട്ടിയെ കാണാൻ നല്ല മുഖഭംഗിയൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ഇട്ടാ. ആ ഒരു കുട്ടി എന്നിട്ട് അത്രയും ബാഡ് കമൻറ്റ്സ് വന്നിട്ടും അവരെ ലൈഫായിട്ട് മുന്നോട്ട് പോകും. അവർ വേറെ ഒന്നും അതിനെ മോശമായിട്ട് ആ വീഡിയോക്കെതിരെ അല്ല ആ കമൻറ്റ്സിനെതിരെ പ്രതികരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവർ പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട. അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, ഇത് അനുഭവിക്കുന്നവർക്ക് ആ ഒരു വേദന അറിയുള്ളൂ. സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് അനുഭവിക്കുന്നവർക്കാണ് ആ ഒരു വേദന അറിയുള്ളൂ. ഈ ഇത്തരത്തിലുള്ള കമൻറ്റ്സ് ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കും. ഇത്തരത്തിൽ ബാഡ് കമൻറ്റ്സ് ഇട്ടിട്ട് ഇത്തരത്തിൽ നമ്മൾ മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നമുക്ക് അധിക കാലമൊന്നും ഇങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഇടുന്ന ആളുകൾ ചിലപ്പം കുറച്ച് ഭംഗിയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് കൂടുതലുള്ള ആളുകളായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചോ, ഒരൊറ്റ നിമിഷം മതി ആ കുറച്ച് കൂടുതലുള്ളത് നിങ്ങൾക്കൊന്ന് താവാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് നാളെ ഈ ഒരു അവസ്ഥ നിങ്ങളെ ആരെങ്കിലും പറയുമ്പോഴാണ് ആ ഒരു സെയിം ഫീൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ വീഡിയോസ്, ആരതായാലും എൻ്റെതായാലും മറ്റ് പല ആളുകളെ വീഡിയോസും പലതരത്തിലുള്ള വീഡിയോസ് ഇടുന്ന ആളുകളുണ്ട് യൂട്യൂബിൽ. അപ്പോൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കാണാണ്ടിരിക്കാം. നമ്മൾ ഒരു ക്ലിക്ക് കൊടുത്താലാണ് ആ ഒരു വീഡിയോ നമുക്ക് മുന്നിൽ ഓൺ ആവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ ഒരു ക്ലിക്ക് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. അവരവരുടെ 5 കുട്ടികൾക്ക് വേണ്ടി ജീവിക്കട്ടല്ല. ആ ഒരു ഷാജി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ കാണാണ്ടിരിക്കുക. അവരവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മളെന്നെ ചിന്തിച്ച് നോക്കുക. ആരുമില്ലാതെ ഒറ്റക്കാണ് ആ കുട്ടികളെ പോറ്റി വളർത്തുന്നത്. അതായത് വേറെ ആരോ ഒരു വീട്ടിലുള്ള ആളുകളുടെ സഹായമോ മറ്റാളുകളുടെ സഹായം ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് അവരവരുടെ കുട്ടികളെ അവരുടെ കുട്ടികളായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആണെന്ന് കരുതിയിട്ട് അവർ പറയുന്ന പോലെ അവർക്കും ജീവിക്കണ്ടേ? അല്ലേ? നമ്മൾ സംഭവം ശരിയാണ്. ഇപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചു പോയി എന്ന് കരുതിയിട്ട് അവർക്കും സമൂഹത്തിൽ ജീവിക്കണ്ടേ? നമ്മൾ പണ്ട് കാലം നല്ലല്ലേ, നമ്മൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കൂടെ നമ്മൾ ചാടിച്ചാവുക എന്ന് പറയുന്ന ആ സതി നിലനിന്നിരുന്ന കാലം നല്ല ഇപ്പോൾ. അപ്പോൾ അവരും ജീവിക്കട്ടെ. അവരുടെ 5 മക്കളെ ഓർത്തിട്ട് നിങ്ങൾ ദയവായിട്ട് അവർ വെറുതെ വിടുക. അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകട്ടെ. നമുക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. ആരുടെ മനസ്സായാലും നമ്മൾ ഒരാളെന്ന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ല നാളെ നമുക്കത് എന്തായാലും തിരിച്ചു കിട്ടും.